ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് കൃഷ്ണയ്ക്ക് ഓട്ടം ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ വീട്ടിലുണ്ട്, നിവാങ്കുഞ്ഞും വീട്ടിലുണ്ട്. ഞങ്ങൾ 3 പേരും അപ്പം താമസിച്ചാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റത്. ഇന്നലെ രാത്രി പാത്രം തേച്ച് വെക്കാതെയാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതേ കൈയോടെ ആ പാത്രം അങ്ങ് തേച്ച് കഴുകി വെച്ചു കേട്ടോ. ഇപ്പോൾ ഒത്തിരി അങ്ങനെ പാത്രങ്ങൾ വരാറില്ല, ഞാനിങ്ങനെ കൂട്ടിയിടാറുമില്ല കേട്ടോ. കാണുന്ന പാത്രങ്ങൾ അപ്പം തന്നെ തേച്ച് വെക്കാറുണ്ട്. ഇന്നലെ കുറച്ച് മടി പിടിച്ചു പോയി, അത് കാരണം ഇന്നലെ പാത്രം തേച്ച് വെച്ചില്ല കേട്ടോ. വേസ്റ്റൊക്കെ കളഞ്ഞ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് കാരണം അത്ര അങ്ങ് വൃത്തികേടായിട്ടില്ല കേട്ടോ. ഇന്നലെ നമുക്ക് വീഡിയോ ഇടേണ്ട ദിവസമായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ വീഡിയോ 1-2 ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാനാണ് കേട്ടോ ഏറ്റവും എനിക്ക് സമയം എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. കാരണം പനിയായിരുന്നേ, കൃഷ്ണയുടെ പനിയാണെന്നൊന്നും എനിക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി നല്ല മേലുവേദനയും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എനിക്ക് നടക്കാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അപ്പത്തിന് ഞാൻ തലേദിവസം അരച്ച് വെച്ചത് കാരണം നിവാങ്കുഞ്ഞിന് അപ്പം ചുട്ട് ഒക്കെ കൊടുത്തിട്ട് നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിലാക്കിയിട്ട് ഇന്നലെ അതേപടി കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം കൃഷ്ണ ഇവിടെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ പൊറോട്ടയാണ് കേട്ടോ വാങ്ങിച്ചത്, കടയിൽ നിന്ന് വാങ്ങിച്ചു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും, നമ്മളുടെ വീടിൻ്റെ അടുത്ത് മുട്ടത്ത് CB എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ല പൊറോട്ടയും മുട്ടക്കറിയും കിട്ടും കേട്ടോ. ചിലപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നും, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കത് വാങ്ങിക്കും കേട്ടോ. കൃഷ്ണ ഓട്ടം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലാണ് മിക്കവാറും ഇങ്ങനെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ, വല്ലപ്പോഴുമൊക്കെ. അങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും രാവിലെ വാങ്ങിച്ചു. ഞങ്ങൾ ലേറ്റായിട്ടും കൂടെ ആയിരുന്നല്ലോ എഴുന്നേറ്റത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്തേക്ക് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് കിടക്കുന്ന പാവലയിൽ കുറേ പാവയ്ക്ക കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം മഴ തുടങ്ങിയ പിന്നെ ഇതിനകത്ത് കായ്ച്ചയുടെ ശല്യം കുറേ ഉണ്ട് കേട്ടോ. കായ്ച്ച വന്ന് കൊത്തിയിട്ട് പാവയ്ക്കെല്ലാം മഞ്ഞ കളറായി പോവാണ് കേട്ടോ. പെട്ടെന്ന് ചീഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ചീഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് അതിങ്ങ് പറിച്ചെടുക്കുവാണേ. ഈ പാവലിൻ്റെ ഇല കണ്ടപ്പോഴാണ് ഓർത്തത്, പാവലിൻ്റെ ഇല തോരൻ വെക്കാൻ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം എങ്ങാനും ഇത് പറിച്ച് തോരനും കൂടെ വെക്കാം കേട്ടോ. ഇന്ന് രാവിലെ മുതലൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കേട്ടോ. വെയിൽ തെളിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് വെയിൽ തെളിഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളേ, അവൻ കിടന്ന് ഉറക്കമാണ്. ആ സമയത്താണ് ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നത് കേട്ടോ. അങ്ങനെ പാവയ്ക്കെല്ലാം പറിച്ചു. ഇനി നമുക്ക് ഉച്ചക്കത്തേന് ചിക്കൻ കറി ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയും പാവയ്ക്ക തോരനും പിന്നെ പപ്പടം പൊരിച്ചതും. കൃഷ്ണയ്ക്ക് പപ്പടം പൊരിച്ചത് വലിയ ഇഷ്ടമാണ് കേട്ടോ. പപ്പടം കാച്ചില്ലേ എന്നോട് ചോദിക്കും. ആൾക്ക് പപ്പടം കാച്ചിയതെന്നാണ് പറയുന്നത്, ഞങ്ങളൊക്കെ പൊരിച്ചതെന്നാണ് പറയുന്നത്. ആൾ പറയുന്നത് പപ്പടം കാച്ചിയതെന്നാണ് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിച്ച് പാവയ്ക്ക തോരനും വെച്ച് ചിക്കൻ കറി ആക്കാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പാവയ്ക്കെല്ലാം പറിച്ച് നേരെ വന്നു. അപ്പോഴേക്കും നിവാങ്കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബെഡൊക്കെ ഇന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമല്ലേ, ഇതിൻ്റെ 4 സൈഡും ഇലാസ്റ്റിക്കാണ് കേട്ടോ. നമുക്കത് കാരണം ബെഡ് സെറ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. പിന്നെ ഇത് അലക്കാനും ഉണങ്ങാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുവരെ ഇതിൻ്റെ കളറും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാവേ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബെഡ് എന്ന് പറയുന്ന ഫ്ലോ മാട്രസ്സാണ് കേട്ടോ. നിവാങ്കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നോർമലായിട്ടുള്ള ബെഡാണ്, നമ്മൾ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചാണ് കേട്ടോ. അതിൽ കിടന്ന് അത് ശരിക്കും നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നടുവിനൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ആ ബെഡ് മാറ്റി പുതിയൊരു ബെഡ് വാങ്ങിച്ചത്. കൃഷ്ണ തന്നെ ഫ്ലോ മാട്രസിൻ്റെ സൈറ്റിൽ നിന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ മേടിച്ചതാണ് ഈ ഫ്ലോ മാട്രസിൻ്റെ ബെഡ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ലിവിങ് റൂമിൽ ഒരു പഴയ മേശ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാലൊടിഞ്ഞു പോയിട്ട് വള്ളിയിട്ട് കെട്ടി വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും അത് റൂമിൻ്റെ കട്ടിലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലിവിങ് റൂമിൽ ആ ഒരു സ്പേസ് ഞാൻ ഫ്രീ ആക്കി. ഇവിടെ എനിക്ക് പെയിൻറ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ആകുമ്പോൾ ബെഡിൻ്റെ ഈ സൈഡിൽ ഇരുന്നിരുന്ന് എനിക്ക് എഴുതാമല്ലോ. അങ്ങനെ ഇന്നലെ അലക്കി ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ടങ്ങ് മടക്കി വെക്കുന്നുണ്ട്. ആ ഒരു മേശ ഇട്ടിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു കസേരയും കൂടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് അവിടെ ഇരുന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ നിവാങ്കുഞ്ഞിൻ്റെ പാവക്കുട്ടികളെ വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റ് അഴിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് ഞാൻ കഴുകി ഉണങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് കെട്ടാൻ നോക്കുവാണേ. അതിൽ ഒരു ഹുക്ക് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കർട്ടൻ റോഡിൻ്റെ ഒരറ്റത്തേക്ക് ആ ഒരു നെറ്റ് അങ്ങ്
കെട്ടി തൂക്കിയിട്ടു കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പാവക്കുട്ടികളെയൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ അർത്ഥമുണ്ടാണ് കേട്ടോ. അടുത്ത ദിവസം ഈ പാവക്കുട്ടികളെയൊക്കെ ഒന്ന് എടുത്ത് കഴുകണം. കാരണം ഇവിടെ വന്നേ പിന്നെ ഇതുങ്ങളെ കഴുകിയിട്ടില്ല, അത് കാരണം പൊടിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇത് മെഷീനിലിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് മെഷീനിലിട്ട് കഴുകാനായിട്ടെന്ന് തന്നെയല്ല, നമുക്ക് ഇന്നറും നമ്മുടെ പാൻറ്റീസൊക്കെ കഴുകാനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ബാഗ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. മെഷീൻ യൂസ് ചെയ്യുന്നവർക്കെല്ലാം നല്ല യൂസ്ഫുള്ളാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പാവക്കുട്ടീനെയൊക്കെ എടുത്ത് ഒന്ന് മര്യാദയ്ക്ക് അടുക്കി പെറുക്കി ഒതുക്കി അതുങ്ങളുടെ കാലൊക്കെ നേരെ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതുങ്ങളുടെ കാല് ഈ നെറ്റിൻ്റെ ഓരോരോ ഹോൾസിൽ അതിനകത്തേക്ക് ഇട്ട് വെക്കുമ്പോഴത്തേക്കും അതുങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളും കേട്ടോ. അതുങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചു. ഇനി കുഞ്ഞിൻ്റെ ബാഗൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. തുണികളെല്ലാം എടുത്ത് ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ തുണിയെല്ലാം അടുക്കി പെറുക്കി കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മേശയൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വെച്ച് നമുക്ക് പെട്ടെന്ന് പൊടി തട്ടാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി തട്ടിയിടുന്ന കാരണം വലിയ പൊടിയുടെ അലർജി സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ എനിക്കും അലർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരം ഈ പൊടി തട്ടിക്കൊണ്ട് കിടക്കുന്നത് കേട്ടോ. ഞാനിതെല്ലാം അടുക്കി പെറുക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്നു വേറെ ഒരു അഭിപ്രായം പറയാൻ വന്നതാണ് കേട്ടോ. ഇത് തിരിച്ച് ഭിത്തി സൈഡിലേക്ക് ചേർത്തിടാന്ന്. അപ്പോൾ അതിൻ്റെ കാല് മടങ്ങി പോകില്ല എന്നാണ് പറയുന്നത്. അതെനിക്ക് ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ കഷ്ടപ്പെട്ട് അത്രയും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാൻ തിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഭിത്തി സൈഡിലേക്ക് ചേർത്തിട്ടു കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ നേരത്തെ ഇത് കഴിഞ്ഞ് ഭംഗിയായേ. അങ്ങനെ അതൊന്നും കൂടെ റീസെറ്റ് ചെയ്ത് വെക്കുവാണ് ഞങ്ങളെ. അവസാനം അങ്ങനെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൃഷ്ണദാ ഭിത്തിയുടെ സൈഡിലേക്ക് ആ ഒരു മേശ തിരിച്ചിട്ട് തന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാരണം അത് താന്നു പോകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ അത് ചേർത്തിട്ടു. നമ്മുടെ മേശയൊക്കെ ഒന്നും കൂടെ റീസെറ്റ് ചെയ്ത് ഞങ്ങൾ എടുക്കുവാണ് കേട്ടോ. അങ്ങനെ മേശയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് എഴുതുന്നുണ്ട്. എൻ്റെ ഡയറിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതുന്നതൊക്കെ നല്ലതാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇന്നലെ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച്. ഞങ്ങൾ മധ്യപ്രദേശിലായിരുന്നപ്പോൾ ഇങ്ങനെ ഓറഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റും ഓറഞ്ചിൻ്റെ തോട്ടമായിരുന്നേ. അങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാനും അനുചേച്ചിയും അർച്ചനയും ഗ്രീഷും എല്ലാവരും കൂടെ ഓറഞ്ച് തോട്ടത്തിലേക്ക് പോകും ഓറഞ്ച് പറക്കാനായിട്ട്. നമ്മുടെ ഇവിടെ മാമ്പഴമൊക്കെ പറക്കുന്ന പോലെ അവിടെ ഞങ്ങൾ ഓറഞ്ച് പറക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഓറഞ്ച് കണ്ടപ്പോൾ എനിക്ക് ആ ഓറഞ്ച് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ വന്നിട്ട് ലിവിങ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫാനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാനിൻ്റെ ലീഫ് ഈ ഒരു ഡസ്റ്റർ വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മീഷോയിലൊക്കെ ഇതിന് നല്ല വിലക്കുറവാണ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റിക്കാണ് ഞാൻ ആ കിച്ചണിൽ കഴിഞ്ഞ ദിവസം കർട്ടൻ്റെ റോഡായിട്ട് യൂസ് ചെയ്തത്. ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതേപടി അഴിച്ച് കർട്ടൻ്റെ റോഡായിട്ട് വീണ്ടും വെക്കും കേട്ടോ. അങ്ങനെ ഫാനൊക്കെ തൂത്ത് ഭിത്തിയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് ലിവിങ് റൂം ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. റൂം ഞാൻ നേരത്തെ അടിച്ചു വാരിയായിരുന്നു കേട്ടോ. അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഫ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത്. ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോസിൽ അതായിരിക്കും കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരെയും ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കമൻറ്റ്സ് അറിയിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് തുടയ്ക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈവനിങ് ടൈമിലാണ് തുടയ്ക്കാറുള്ളത്, രാവിലെ അങ്ങനെ തുടയ്ക്കാറില്ല കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നിവാങ്കുഞ്ഞിന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ്മാനാണ് കൊറിയർ കൊണ്ട് തന്നത്. നിവാങ്കുഞ്ഞിന് അമ്മച്ചി അയച്ച ഒരു ടോയ് ആണ് കേട്ടോ. ഇത് ഒരു ടേബിൾ ടെന്നീസിൻ്റെ കിറ്റാണ്. ഇതിനകത്ത് 4 ബോളും 2 ബാറ്റും വരുന്നുണ്ട് കേട്ടോ. ഇത് നിവാങ്കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഓറഞ്ച് കളറുള്ള ഒരു സാധനം കണ്ടോ, അത് നമുക്ക് ഭിത്തിയിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ ഒരു ബോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോളിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നിവാങ്കുഞ്ഞും കൃഷ്ണയും കൂടെ അതിൽ നിന്നിങ്ങനെ കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ കിച്ചണിൽ അതും ഇതൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണി അലക്കിയത് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണി അലക്കിയത് വിരിച്ചിടാനായിട്ട് തുണിയും ബക്കറ്റും ഒക്കെ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ അവർ കളിക്കുന്ന കണ്ടിട്ട് ഞാനും കുറച്ച് നേരം നിന്ന് കളിച്ചു കേട്ടോ.
അങ്ങനെ ഇതാ ആ റൂമിൽ എൻ്റെ സൈഡിൽ ബക്കറ്റിൽ തുണി ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയി ടെറസിൽ പോയി തുണി വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഞാൻ ടെറസിലേക്ക് എത്തിയിട്ടോ. ടെറസിൽ വന്നപ്പോൾ ഇതാ നമ്മുടെ വാടാമുല്ലയിൽ ഒരു പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. നേരത്തെ പൊളിച്ച ആ ഒരു ഓറഞ്ചിൻ്റെ അല്ലിയല്ല, ഓറഞ്ചിൻ്റെ തൊലി ഞാൻ കുഞ്ഞായിട്ടൊന്ന് മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കി വെയിലത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വെയിലൊന്നും ഇല്ല, എന്നാലും ഞാൻ ചുമ്മാ അത് ഉണങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ആ ഒരു സമയത്ത് കൃഷ്ണ ഒരു ടോപ്പ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ലഞ്ചിനുള്ള ചിക്കൻ അടുപ്പത്തേക്ക് വെക്കുവാണേ. ഒരു കുക്കറിൽ എണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി, കുറച്ച് തക്കാളിയും കൂടി ഇട്ട് വഴറ്റി, സവോളയും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. ഇന്ന് ചിക്കൻ കറി കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് മൊത്തത്തിൽ ലേറ്റായിട്ട് എഴുന്നേറ്റത് കൊണ്ട് തന്നെ എല്ലാം താമസിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സവോള കൃഷ്ണ അരിഞ്ഞ് തന്നു. അത് ഞാനൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പം സവോള നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ സവോളയൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, അത്രയും മാത്രമാണ് കേട്ടോ ഇടുന്നത്. ഗരം മസാല തീർന്നു പോയായിരുന്നു കേട്ടോ നമ്മുടെ. അങ്ങനെ എല്ലാ കറികൾക്കും ഇട്ട് ഗരം മസാല പെട്ടെന്ന് തീർന്നു. അത് കാരണം ഗരം മസാല ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. ചിക്കൻ കറിക്ക് കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് വഴണ്ട് നന്നായിട്ട് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ചിക്കൻ വെന്ത് കിട്ടും. ചിക്കനകത്ത് വെള്ളം ഇറങ്ങി ചിക്കൻ അങ്ങ് വെന്തോളും. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ കൃഷ്ണയ്ക്ക് ചിക്കൻ കറി ചാറായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്കാണെങ്കിൽ നല്ല കുറുകി കറുത്ത കളറിൽ കുറുകിയിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് കറുത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ല ടേസ്റ്റിന് ചിക്കൻ കറി കിട്ടും കേട്ടോ. ഈ ഒരു കറി കുക്കറിൽ വെക്കുന്ന കറി പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വിസിലൊക്കെ ഓരോ കുക്കറിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ രാവിലെ നമ്മൾ പറിച്ചെടുത്ത പാവയ്ക്ക ഇവിടെ അരിഞ്ഞെടുത്ത് ഞാൻ തോരനാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങായും ഒരു പച്ചമുളകും കുറച്ച് സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ പാവയ്ക്കായും തേങ്ങായും സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് തട്ടിപ്പൊത്തി ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള പാവയ്ക്കത്തോരൻ. അങ്ങനെ പാവയ്ക്ക തോരൻ ഇവിടെ ഞാൻ വേകാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിവാങ്ങുഞ്ഞിന് പാവയ്ക്കായും ചിക്കൻ കറിയൊക്കെ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് നിവാങ്ങുഞ്ഞിൻ്റെ മുടിയൊന്ന് വെട്ടാം കേട്ടോ. നിവാങ്ങുഞ്ഞിന് മൊബൈൽ കൊടുത്തിട്ടാണ് ഇരുത്തിയേക്കുന്നത്. അങ്ങനെ മൊബൈൽ കൊടുക്കാറില്ല കേട്ടോ ആൾക്ക്. മൊബൈൽ വേണമെന്ന് അങ്ങനെ പറയാറുമില്ല. ആൾക്ക് ടി വി വെച്ച് കൊടുക്കണമെന്ന് പറയാറുണ്ട്. ടി വിയിൽ മോട്ടു പത്ലു അങ്ങനെയുള്ള കുറച്ച് കാർട്ടൂൺസൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ ആളുടെ ഫേവറേറ്റ്. ഇന്ന് മുടി വെട്ടാനായത് കാരണം കുറച്ച് നേരം മൊബൈൽ കൊടുത്തിട്ട് ഇരുത്തുവാണേ. ഈ ഒരു ട്രിമ്മർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൃഷ്ണയ്ക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ബർത്ത്ഡേക്ക്. അങ്ങനെ അത് 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് 3ാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിന് ചാർജ് നിൽക്കുന്നില്ല. പിന്നെ ഞങ്ങളത് കടയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കേബിളിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കേബിൾ മാറ്റിയപ്പോഴത്തേക്കും ഓക്കെ കേട്ടോ. അപ്പം അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് ഒന്ന് ആലോചിച്ചിട്ടേ വാങ്ങുള്ളൂ എന്ന്. അങ്ങനെ മീഷോയുടെ ഒരു കുഞ്ഞു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിച്ചണിലേക്കുള്ളൊരു വോൾ സ്റ്റിക്കറാണ്. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ട്. കുറേ നേരമൊക്കെ നോക്കിയിട്ട് അത് അങ്ങ് പറ്റുന്നില്ല കേട്ടോ. രാവിലെ മുതൽ മൂടിക്കെട്ട് നിന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കട്ടൻ ചായ ഇട്ട് കുറച്ച് അരിയും കൂടെ വറുത്ത് തേങ്ങ ശർക്കരയൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൃഷ്ണ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ ഒരു സ്റ്റിക്കറിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ലുക്ക് വന്നു കേട്ടോ. കിച്ചണിൻ്റെ ആ ഒരു ഏരിയ, സിങ്ക് ഏരിയയുടെ ഭാഗത്താണ് ഞാൻ ഇത് ഒട്ടിച്ച് കൊടുത്തത്. ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് കയറാതിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു ലെറ്റർ ഇങ്ങനെ എൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ സിക്സാഗായിട്ടിരിക്കുന്ന കാരണം ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണ ആ ഒരു വോൾ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ പോയി നമ്മുടെ കുറച്ച് കുത്തരിയൊക്കെ എടുത്ത് കഴുകി വറുത്തെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചു കേട്ടോ. പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തേങ്ങയും ശർക്കരയും കൂടെ ചിരണ്ടിയിട്ടു. എന്നിട്ട് കുറച്ച് ഏലക്കായും ജീരകമൊക്കെ വറുത്ത് പൊടിച്ചങ്ങ് ചേർത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പയറിൻ്റെ വള്ളിയിൽ 3-4 പയർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പയറും 1-2 വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കൈയോടെ ഇങ്ങ് പറിച്ചെടുത്തു കേട്ടോ.
പൊക്കത്ത് 2-3 പാവയ്ക്കായും കൂടെ കുറച്ച് പൊക്കത്തായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണ അത് കയറി പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പച്ചക്കറി പറിക്കലൊക്കെ കഴിഞ്ഞു. മഴ തുടങ്ങിയ പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ കുറച്ചധികം ചീത്തയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് 1-2 എണ്ണമൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും ചെടികളൊക്കെ നല്ലതായിട്ട് ചീത്തയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി കിട്ടിയിട്ടുണ്ട്. തിരിച്ച് കയറി വന്നിട്ട് മീഷോയുടെ ഒരു കൊറിയർ ബോക്സ് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീനിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നേഴ്സ്, ചെറിയ ചെറിയ ഡ്രസ്സസ് എല്ലാം സെപ്പറേറ്റ് നമുക്ക് അലക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് മറ്റ് തുണികളുടെ കൂടെ, ഡ്രസ്സുകളുടെയൊക്കെ കൂടെ നമുക്ക് അലക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം അടുത്ത വ്ലോഗിൽ പുതിയ വിശേഷങ്ങളുമായിട്ട്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.